അല്ല അതിന്റെ ഇടയ്ക്ക് ഒരു മോമോസ് മാത്രമായിട്ട് ഇരിക്കുന്നു. ആരാ ട്രൈ ചെയ്യാൻ പോകുന്നത്? അല്ല ഈ മുട്ട എവിടുന്ന് കിട്ടി? തരില്ലട്ടോ. അയ്യോ, ഒരു ആളുടെ ഡയറ്റിലുള്ള ആളാണ് സുബു. ആശാനെ ഇത് കണ്ടോണ്. അവിടെ ജെല്ലിയെല്ലാം ബാക്കി ഒന്ന് കെട്ടി ജെഫ്രി പ്ലീസ്, ഒന്ന് കെട്ടി ജെഫ്രി. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മൾ എവിടെയാണ്? തായ്ലൻഡ് ആണോ? തായ്ലൻഡ് ഒരു മണം വരുന്നില്ലേ? നല്ലൊരു തായ് മണം വരുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയാത്തില് ഒരു തായ് ബുഫേ തുടങ്ങിയെന്ന് ജെഫ്രി ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളത് വേഗം ആരെങ്കിലും നമ്മൾ തായ്ലൻഡിൽ പോകാൻ പറ്റാത്ത ഒരു വിഷമം നമുക്ക് പോകുന്നവർക്കുണ്ട്. ഉടനെ പോകും. അപ്പൊ അതിന് മുമ്പ് ഒരു സാമ്പിൾ ആയിട്ട് ഇവർക്ക് ഒരു തായ് ഫുഡിന്റെ ടേസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഐ ജെനുവൻലി ഫീൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ അന്നും വന്നിട്ടില്ലേ തായ്സ് ഉള്ളവരാണ് മെമ്പർഷിപ്പ് എടുക്കാൻ വന്നു. ഞാൻ കഴിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഫീൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് തായ് ഫുഡ് ഇൻ കേരള. അപ്പൊ എന്താ സംഭവം എന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ബുഫേ ആണ്, വെനസ്ഡേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ തുടക്കം തന്നെ ഒരു ടൂർ കൊടുക്കുവോ? തായ് ഭക്ഷണം എന്തൊക്കെയാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്ക് ടൂർ കൊടുക്കാൻ പറ്റും. അത് കുഴപ്പമില്ല, എപ്പോഴും വിശപ്പാണല്ലോ. അതെ, ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പൊ ഇതൊക്കെ ഓർത്തിരുന്നോണ്ട് തായ്ലൻഡിൽ പോകുമ്പോ ഇതൊക്കെ ഓർഡർ ചെയ്യണം. പഠിപ്പിക്കണത് എന്നാ സാധനങ്ങൾ എന്താന്ന് പറയാം. ഓക്കെ, ഇത് ലൈവ് കൗണ്ടർ ആണ്. ചിക്കൻ സാറ്റേസ്, ചിക്കൻ സാറ്റേസ്, പീനട്ട് സോസ് ഒക്കെ കാണും. ഇത് ലൈവ് കൗണ്ടറിന്റെ സെക്ഷൻ ആണ്. പിന്നെ ഇതെന്താ? ഗ്രിൽസ്. ഓക്കെ, ചിക്കൻ സാറ്റേ, ദിംസം. ദിംസം എന്താ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യത്. ദിംസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ മോമോസ് പോലത്തെ സാധനമാണ്. ഇതൊക്കെ കഴിച്ചോണം കേട്ടോ എല്ലാം. ഒരാൾ ഭയങ്കര ഡയറ്റിംഗ് ആന്ന് പറഞ്ഞു. ഇത് റൈസ് അല്ല, ഇത് മറ്റേ മോമോസ് പോലത്തെ സംഭവമാണ്. തായ്ലൻഡിലെ റൈസ് ഒരു രക്ഷയില്ല കേട്ടാ. അതെ, പിന്നെ വേറെ കാര്യം, അന്തുവിന്റെ ലാസ്റ്റ് ഔട്ടിങ് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സർജറി പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ബാംഗ്ലൂർ ട്രിപ്പ് ഉണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞിട്ടാണ് അന്തുവിന്റെ ഒരു റിലാക്സേഷൻ. ഓക്കെ, ഫുൾ കൺഫ്യൂഷൻ ആയ. ഓക്കെ, പിന്നെ ജെഫ്രി, ഇത് മറ്റേ ഫ്രൈഡ് വോണ്ടോൺസ് പോലത്തെ സംഭവമാണ്. അത് പ്രോൺസ് ഒക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഫ്രൈഡ് ചിക്കൻ. ആൻഡ് ഇവിടെയും കുറെ ഫ്രൈഡ് ചിക്കൻ. ശരിക്കും ഒരു തായ് സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഇസ് ദിസ്? ക്രാബ്? കാബേജ്. ഓക്കെ, കാബേജ് ഫ്രൈ ഉണ്ട്. എടുക്കാം. ഇപ്പൊ വേണ്ട, അകത്തും കൂടെ കാണിക്കണം. ബാ. ശരിക്കും ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. ശരിക്കും തായ് സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു ആംബിയൻസിലാണ് ഇവരത് ചെയ്തിരിക്കുന്നത്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നോക്കട്ടെ. ബാ, വേഗം. ഡിസേർട്ട് ലാസ്റ്റ് കാണിക്കണം, ആദ്യമേ കാണിക്കണം? ആ, എന്നാ ബാ. ബാ, തായ് ഡിസേർട്ട്സ് ആയിരിക്കും കൂടുതൽ. എന്തൊക്കെയാന്ന് നോക്കാം. ഓ, ഫ്രീ പയ്യ്, ചോക്ലേറ്റ്, മൂസ്, പിന്നെന്താ വനില മൂസ്, ബ്രൗണീസ്, കാരമൽ കസ്റ്റേർഡ്. ഇത് കോക്കനട്ട് മിൽക്ക് സംഭവം. ഇത് മെയിൻ ആയിട്ട് തായ് ജെല്ലിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എനിക്കൊന്നും ഒരു തായ് ഐസ് ജെല്ലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കോക്കനട്ട് മിൽക്ക് ഒക്കെ ഒഴിച്ച് ഭയങ്കര ടേസ്റ്റ് ആണ്. തായ്ലൻഡിലെ ഒരു വളരെ പോപ്പുലർ ഡിഷാണ്. ഭയങ്കര വീക്ക്നെസ് അല്ലേ? നമുക്ക് ഡിസേർട്ട് എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. അതിൽ തുടങ്ങാം. അല്ല, നമുക്ക് സ്റ്റാർട്ടേഴ്സിൽ തുടങ്ങണം. പിന്നെ മെയിൻ കോഴ്സ്. മെയിൻ കോഴ്സിൽ ഹോട്ട് ആൻഡ് സൂപ്പ്, സോർ സൂപ്പ് ഉണ്ട്. അതല്ലാതെ ഇവിടെ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് സൂപ്പിന്റെ വേൾഡ് ആണ് ടോം യം ഗൂങ്. ജെഫ്രി, അന്തു, ഈ സൂപ്പ് കുടിച്ചു നോക്കണേ. എന്റെ ഫേവറേറ്റ് സൂപ്പാണ് ടോം യം ഗൂങ്. നല്ല സ്പൈസി സൂപ്പാണ്. ടോണിജാടെ പടത്തിന് വരുമല്ലേ? അതെ. പിന്നെ എല്ലാം തായ് കറി. ഇതൊരു തായ് ചിക്കൻ കറി, അതൊരു വെജിറ്റബിൾ കറി. ആൻഡ് ഇവിടെ കുറച്ച് സാലഡ്സ് ഒക്കെ ഉണ്ട്. ഓ, സൂഷിയോ അല്ലെ, സ്പ്രിംഗ് റോൾസ് ഉണ്ട്. സാലഡ്സ് കുറെ ഉണ്ട്. ഇതെന്ത് സാലഡ്? എഗ് സാലഡ്. ഓ, ചിക്കൻ സാലഡ്. സാലഡ് കഴിക്കുമോ? കഴിക്കും, സാലഡേ കഴിക്കും. പിന്നെ കൊറേ. ഇത് നൂഡിൽസാ, റൈസ് നൂഡിൽസാ. അതെടുത്ത് കഴിക്കാല്ല, അത് സാമ്പിളാ. ചാടി എടുത്തോണ്ട് പോയാല്. പിന്നെ കൊറേ അടിപൊളി ഫ്രൂട്ട് സാലഡ് ഉണ്ട്, മിക്സഡ് ഫ്രൂട്ട് സാലഡ്. പിന്നെ ഇത് തായ്ലൻഡിലെ മെയിൻ എന്താന്ന് അറിയോ, ഗ്രീൻ പപ്പായയുടെ സാലഡ് ഉണ്ട്. അതിവിടെ ഉണ്ടോന്ന് അറിയില്ല, നോക്കാം. ജാസ്മിൻ റൈസ്, അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അതും ആ ഗ്രേവിയും കൂടെ എടുത്ത് കഴിച്ചാ. പിന്നെ അതല്ലാതെ ബീഫ് ഉണ്ട്. ബീഫ് സ്റ്റർ ഫ്രൈഡ് ആണ്. ആൻഡ് സീബാസ് ഫിഷ് ഉണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള റൈസ് ആയിരിക്കും. ആൻഡ് ഇത് ചിക്കൻ വെജിറ്റേറിയൻ
എത്ര മണി വരെ ഇത് ക്ലോസ് ചെയ്യുന്ന 11 മണി വരെ ഉണ്ട് കുഴപ്പമില്ല. അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ടേഴ്സിൽ തുടങ്ങാം. വാ, ഓക്കെ, come on. റേറ്റ് എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ലാസ്റ്റ് ഡെഫിനറ്റ്ലി ഞാനും പറയാം റേറ്റ്. പക്ഷെ ഐ ഫീൽ ഇറ്റ്സ് വൺ ഓഫ് എക്സ്പീരിയൻസ്. കാരണം ശരിക്കും തായ് ഫുഡിന്റെ ഒരു ഫ്ലേവർ ഡെഫിനറ്റ്ലി കിട്ടും. കാരണം ഷെഫ്സ് ജെനുവിൻലി ഇവിടുന്ന് തായ്ലൻഡ് ചെയ്യുന്ന. തുടങ്ങാം. വാ. കുറെ നേരമായി ആ, രണ്ടുപേരും കൂടെ ഉണ്ട്. അറിയാത്തവർക്ക് ഞാൻ വരുമ്പോ പരിചയപ്പെടുത്താം. എവിടെ എന്താണ് നമ്മൾ ഈ റെസ്റ്റോറന്റിൽ മാത്രമേ കാണാറുള്ളൂ? ഇവരെവിടെയാ കണ്ടേന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഏതെങ്കിലും റെസ്റ്റോറന്റ് ബ്ലോഗ് എടുത്ത് നോക്കിയാൽ മതി അല്ലേ? കണ്ട് ചൈനീസ് ആണെങ്കിൽ ഇപ്പൊ തായില്. എന്താണ് നമുക്ക് ഏഷ്യ ആയിട്ട് ഇത്ര കണക്ഷൻ അല്ലേ? മെലിഞ്ഞു കേട്ടാ, ഭയങ്കരമായിട്ട് മെലിഞ്ഞു. ഐസക്കും മെലിഞ്ഞു. ഓ, കൾട്ടല്ലേ? എന്റെ മെമ്പർഷിപ്പ് ഉണ്ട്, ഞാൻ പോയിട്ടില്ലാന്നേ ഉള്ളൂ. തുടങ്ങാലോ. അതെങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സമയമായി പോകും കേട്ടാ. അതെ, എനിക്ക് ക്യാമറ എടുക്കണം, അതുകൊണ്ട് ഒരാൾ എനിക്ക് വേണ്ടി കൂടെ എടുത്തോ ഫുഡ്. നമുക്ക് തുടങ്ങുന്നത് സാറ്റേസിൽ നിന്ന് തുടങ്ങാം. എടുത്തോ ചിക്കൻ സാറ്റേസ്. എനിക്ക് എല്ലാം വേണം കേട്ടോ, എല്ലാം നോൺ വെജും എടുത്തോ. ആ, അതായിരിക്കും ബെറ്റർ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വരണ്ടല്ലോ. എനിക്ക് എല്ലാം നോൺ വെജും എടുത്തോ. നമുക്ക് പറയാം, എനിക്കൊന്ന് അവർ ടേബിളിൽ സെർവ് ചെയ്യും തോന്നുന്നു. ഇതെങ്ങനെയുണ്ട് ജെഫ്രി? അടിപൊളി. ആണോ? എഗ് വോണ്ടോൺ, അതിന്റെ കൂടെ കുറച്ച് സോസ്. അടിപൊളിയാണല്ലോ അല്ലേ? ഈ സോസ് ആണ് സംഭവം. ഭയങ്കര ക്രിസ്പിയാണ്. ജെഫ്രി, ഞാൻ വീഡിയോ എടുക്കുന്നോണ്ടാണ് എന്റെ ഫുഡിൽ ഫ്രണ്ട് ഇരിക്കുന്നത്. അല്ല, എന്റെ ഫ്രണ്ടിൽ ഫുഡ് ഇരിക്കുന്നത്. സോസ് അടിപൊളി, നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി സോസ്. അകത്ത് കുറച്ച് എഗ് വൈറ്റ്സ്, കുറച്ച് ക്രിസ്പി വോണ്ടോൺസ്. അടിപൊളി. അതുപോലെ തന്നെ അതെ, അവിടെ സാലഡ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സാലഡ്സ് ഉണ്ട്, ഗ്രീൻ പപ്പായ സാലഡ് ഒക്കെ ഉണ്ട്, അത് സംഭവമാണ്. പിന്നെ ചിക്കൻ, ജെഫ്രിൻ ഭയങ്കര സ്പീഡ് കേട്ടോ ഫുഡില്. ഞാനാണ് സ്പീഡ് അല്ലേ? ഇത് ചിക്കൻ, ഇതെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ജെഫ്രി? അഭിപ്രായം എല്ലാം പറയും, വെറുതെ കഴിച്ചോണ്ടിരിക്കാൻ. അഭിപ്രായം നോക്കട്ടെ, നല്ല ക്രിസ്പി ചിക്കൻ ആണോ? നമ്മളെല്ലാം നോൺ വെജ് അല്ലേ? എല്ലാം നോൺ വെജ്. വെജ് അത് ഒന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു. വെജാണ്, കോളിഫ്ലവർ ഫ്രൈ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് പിന്നെ വെജ് ആണെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളാ. അത്രയും സ്നേഹമൊന്നുമില്ല ഇവിടെ, അവിടെ ഇരുന്നാ മതി. ഇത് അടിപൊളിയായിട്ടുണ്ട്. ക്രിസ്പി ചിക്കൻ ആണ്. വളരെ മൈൽഡ് ചിക്കൻ അല്ലേ? അങ്ങനെ ഭയങ്കര മസാല ഒന്നും ഇല്ല. ലെമൺ ഗ്രാസിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. പക്ഷെ കഴിക്കൊണ്ടിരിക്കാൻ നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ട് അല്ലേ? ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സാറ്റ് ഇത് സംഭവമായിരിക്കും. പീനട്ട് സോസ് ആണ്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടം പീനട്ട് സോസ്. ഏറ്റവും കൂടുതൽ മലേഷ്യയിലാണ് ഇത് കഴിച്ചിരിക്കുന്നത്. സാറ്റേസ് വിത്ത് ഇത് ഇങ്ങനെ തന്നെ ഒരു 50 എണ്ണൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാം. നോക്കട്ടെ. ഓ, ഈ സാറ്റേസ് കുക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ബ്രസ്റ്റ് മീറ്റാ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. അകത്ത് ചിലപ്പോൾ റോ ആയി കിട്ടാറുണ്ട്. പക്ഷെ ഇത് കാണിച്ചു തരാം. കുറച്ച് സോസിൽ മുക്കിയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോഴേ എൻ്റെ ആ കുക്ക് അടിപൊളിയായിട്ടുള്ളൂ. നന്നായി വെന്തിട്ടുണ്ട്. കണ്ട, പെർഫെക്റ്റ് കുക്ക. പ്യോർ വൈറ്റ് മീറ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സോസിലും കൂടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീനട്ട് സോസ്. പച്ചക്കറി അത് നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മോമോസ് കഴിഞ്ഞ മോമോസ് ഇനിയും പറയണം. സ്പ്രിംഗ് റോൾ ഉണ്ട്, പക്ഷെ വെജിറ്റേറിയൻ സ്പ്രിംഗ് റോൾ ആണ്. അതുകൊണ്ട് എനിക്ക് വലിയൊരു മൊത്തം നിഹാലിനുള്ള. അയ്യോ വേണ്ട, എനിക്ക് വലിയ അതെ ആ സോസിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. നോക്കട്ടെ, സോസ് എടുത്ത് നോക്കി നോക്കട്ടെ. എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുമ്പോ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര സ്പീഡിലാണ് ഫുഡ് കഴിക്കുന്നത്. എല്ലാം കഴിഞ്ഞു. ഞാൻ ഓരോന്നോരോന്നേ കഴിക്കത്തുള്ളൂ കേട്ടോ. എല്ലാം ഓൾമോസ്റ്റ് കാലിയായി. പച്ചക്കറി മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സ്പ്രിംഗ് റോള്, പറ്റില്ല എപ്പോഴും. പച്ചക്കറി കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. മൊത്തം കഴിച്ചു. ഫുൾ കോളിഫ്ലവർ
അല്ല ക്യാബേജ്, ക്യാരറ്റ്, എങ്ങനെയുണ്ട്? സോസ് എങ്ങനെയുണ്ട്? സോസ് ഇഷ്ടപ്പെടും. സോസ് ജെഫ്രിക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഒരു വെജും കൂടെ ഉണ്ട്. ഞാൻ വെജ് പൊതുവെ ട്രൈ ചെയ്യാത്തതാ, പക്ഷെ കുറെ പേര് പറഞ്ഞു വെജും കൂടെ കഴിച്ചിട്ട് അഭിപ്രായം പറയണം എന്ന്. ഇത് ഒരു ഞാൻ ആദ്യം വെച്ച ക്രാബാണ്. ഇങ്ങനെ ഫ്രൈയും തായ്ലൻഡിൽ കിട്ടും. സോഫ്റ്റ് ഷെൽ ക്രാബ് ഉണ്ട്. ആ, ഈ ചിപ്സ് പോലെ കഴിക്കാം. ഇത് ഡീപ് ഫ്രൈ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സോസിനോട് കഴിക്കാൻ നല്ലൊരു സംഭവമാണ്. ജെഫ്രി കുറച്ച് പച്ചക്കറി കഴിച്ചു. ഞാൻ സലാഡ് കഴിച്ചത്. കൊള്ളാം കേട്ടോ. ഫ്രൈഡ് വെജിറ്റബിൾ കൊള്ളാം. അടുത്ത റൗണ്ട് വന്നു. അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കും, ഞാനിങ്ങനെ കഴിച്ചോണ്ടിരിക്കും. ഞാനല്ല, നിങ്ങളെല്ലാരും. നല്ല സ്പീഡുണ്ട്. ഇതെങ്ങനെയുണ്ട്? ആരെങ്കിലും കഴിച്ചോ? ഹലോ, നല്ല ഡംപ്ലിങ്സ് ആണ്. ഇല്ല, ഞാൻ കഴിച്ചില്ല. ഭയങ്കര ചൂട്. മോമോസും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇതിന്റെ സോസ് എങ്ങനെയുണ്ട്? ഒരു ഗ്രീൻ കളർ സോസ് ആണ്. പക്ഷെ എനിക്ക് ഈ സോസ് ഇഷ്ടപ്പെട്ടു. മോമോസ് അടിപൊളിയോ? മോമോസും ഭയങ്കര അടിപൊളിയാണ്. ഡംപ്ലിങ്സ്, ഇത് ഈ സോസ് അല്ലേ നല്ലതെന്ന് പറഞ്ഞത്? എല്ലാ സോസും നല്ലതാണ്. ഈ ഗ്രീനും അടിപൊളി. ഒരു ചെറുതായിട്ട് ഒരു പുതിന, ചില്ലി, കുറച്ച് സ്പൈസി, നല്ല വിനേഗർ എല്ലാം കൂടി ഇട്ട് ആ മോമോസ് വളരെ ഒരു സട്ടിൽ ഫ്ലേവർ ആയതുകൊണ്ട് പെർഫെക്റ്റ് കോംപ്ലിമെന്റിംഗ് ആണ്. ഫുൾ മീറ്റ് ആണ്. എക്സ്ട്രീംലി തിൻ ലെയർ ഓഫ് കോട്ടിംഗ് ആണ്. അതുകൊണ്ട് കഴിക്കാൻ നല്ല സുഖമാണ്. ജെഫ്രി, ഇതിൽ കുറച്ച് അരിയുണ്ട്, കഴിക്കുമോ? ജെഫ്രിയും കഴിക്കില്ല, അത് ചോറ് തൊടത്തില്ല. അത് അടിപൊളി, അടിപൊളി. എനിക്ക് പക്ഷെ ഏറ്റവും ഇഷ്ടമായത് ഇതാണ്, ഈ സംഭവം. ഈ ചിക്കൻ ഫ്രൈയും അതിന്റെ കൂടെ ഉള്ള ഈ ഒരു സോസും ഭയങ്കര ടേസ്റ്റ്. അതല്ല, ഇത് വേറെ. ഈ സോസിന് ഭയങ്കര ഡിമാൻഡ്. അത് കിട്ടിയില്ലെങ്കിൽ ജെഫ്രിയും പ്രശ്നമാക്കും. സ്വീറ്റ് ആൻഡ് സ്പൈസി. അത് നമ്മളിപ്പോ തായ് ഷെഫ് വന്ന് കണ്ടു, ഞാൻ പിന്നെ എടുത്തില്ല വീഡിയോ. അവര് പറഞ്ഞു അവരുടെ ഇസാൻ ഫുഡൊക്കെ ട്രൈ ചെയ്യണം. അല്ല, അതിന്റെ ഇടയ്ക്ക് ഒരു മോമോസ് മാത്രമായിട്ട് ഇരിക്കുന്നു. ആരാ ട്രൈ ചെയ്യാൻ പോകുന്നത്? അത് പറയാൻ വെയിറ്റ് ചെയ്തിരിക്കരുത് ഒരാള്. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞിട്ട് സാലഡ്സ് മസ്റ്റ് ട്രൈ ആണ്. സാലഡ്സ് മസ്റ്റ് ട്രൈ ആണ്. വെയിറ്റ് ചെയ്യാതെ കഴിച്ചിറങ്ങട്ടെ. രണ്ട് ഏറ്റവും പോപ്പുലർ തായ് ഫുഡ് ആണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ആക്ച്വലി 3 ഉണ്ട്, 2 എനിക്ക് അറിയുള്ളൂ. സീ ഫുഡ് സൂപ്പാണ്. ഇറ്റ്സ് സപ്പോസ് ബി സ്പൈസി. നല്ല ലെമൺ ഗ്രാസിന്റെ ഒക്കെ ഒരു ഫ്ലേവർ കാണും. ഇറ്റ്സ് സപ്പോസ് ബി വെരി സ്പൈസി. ആൻഡ് സീ ഫുഡ് ആണ് ഈ ടോം യമ്മിലെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അതല്ലാതെ സോംടാം എന്ന് പറയുന്ന സ്പൈസി ഗ്രീൻ പപ്പായ സാലഡ് ആണ്. ആൻഡ് കുറച്ച് കപ്പലണ്ടി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് വേറൊരു ചിക്കൻ സാലഡ് ആണ്, അതും തായ് സ്റ്റൈലാണ്. പക്ഷെ അത് ഇതുവരെ കഴിച്ചിട്ടില്ല. സോംടാമും ടോംയമും ഈ 2 ഡിഷസ് ആണ് വളരെ ഫേമസ് ഡിഷസ് ഓഫ് തായ്ലൻഡ്. ഈ സോംടാം കണ്ട ഒരു രസത്തിന്റെ ഒക്കെ ഫ്ലേവർ ഇല്ലേ, ഇത് സീ ഫുഡ്. ഇറ്റ്സ് ലൈക്ക് ലിറ്ററലി ഈ ഓഷ്യൻ വെള്ളം കുടിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. അമ്പോ, ഫുൾ സാലഡ് ആണല്ലോ ഇത്. ശരിക്കും ഇറ്റ് ലിറ്ററലി ഗോയിങ് ടു ബി ആൻ എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സ് ഇൻ ദ മൗത്ത്. കണ്ട, ഇതിൽ സ്ക്വിഡ് കാണും, എന്ത് വേണമെങ്കിലും ഇടാം. ഇതിലിപ്പോ മെയിൻ ആയിട്ട് സ്ക്വിഡ്, പ്രോൺസ്, ഫിഷ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതായി ഭയങ്കര സംഭവം. അവനാണ് സാധ്യത. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആണ്. സ്പൈസി, ലെമൺ ഗ്രാസി, സീ ഫുഡി, ഒരു കാമിങ് ആൻഡ് സ്പൈസി ഫ്ലേവർ ആണ് ഇതിന്. ശരിക്കും ഭയങ്കര ടേസ്റ്റാ. അടിപൊളി. പ്രോൺസ്, ഫിഷ് അടിപൊളിയായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ലെമൺ ഗ്രാസിനും കൂടെ ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ പക്ക തായ്ലൻഡ് ഫ്ലേവർ. അടിപൊളി. ടോമിയം നല്ല ഒരുപാട് വലിയ വലിയ പീസസ് ഓഫ് പ്രോൺസും ഉണ്ട്. ഈ സോംതാം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ പോയാലും തായ്ലൻഡിൽ കിട്ടും. ശരിക്കും അവര് കൈവച്ചിത് മറ്റേ ചരച്ച എന്താ മുളകൊക്കെ ഇടുന്ന സംഭവം കൈവച്ച് ഇങ്ങനെ ചതക്കില്ലേ, ആ രീതിയിലാണ് അവിടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത് തായ്ലൻഡിൽ. ഏത് സ്ട്രീറ്റിൽ പോയാലും കാണാം. കുറച്ച് സ്പൈസി ആവാൻ സാധ്യതയുണ്ട്. ഉണ്ട് അല്ലേ? അതെല്ലാം മിക്സ് ആയി കിടക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. അതിൻ്റെ കൂടെ നോക്കട്ടെ, കുറച്ച് കപ്പലണ്ടി ഉണ്ട്, അതുകൊണ്ട് ക്രഞ്ചിനെസ് കാണും. വെജിറ്റബിൾസ് ഫ്രഷ്നെസ് കാണും. ഈ തായ് ഫുഡിന്റെ സാലഡിനൊക്കെ മെയിൻ തിങ് ഫ്രഷ്നെസ് ആണ്. കാരണം അധികം കുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഫ്രഷ് അല്ലെങ്കിൽ വളരെ ബോറായിരിക്കും സാധനങ്ങൾ.
സാലഡ് കഴിച്ച് മിക്കവാറും അത്യാവശ്യം എരിവുണ്ട്. നമുക്ക് മുളകൊക്കെ കിട്ടിയിട്ടുണ്ട്. കപ്പലണ്ടി ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഒരു ചെറിയ ബൈറ്റ് ഉണ്ട്. മിക്കവാറും പ്രിയം ഏരിയാനും പ്രശ്നം ഉണ്ടാക്കും. സത്യം ആ ഡെസേർട്ടിന് ഇത് കണ്ട പ്രശ്നവും. അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ടൈപ്പ് ഫുഡ് ഇത്. ഒരു മുളക് കഴിച്ചു. ആ അതാ ഞാൻ പറഞ്ഞത്, മുളക് കാണുന്നു ഇടയ്ക്കിടയ്ക്ക്. അല്ല, ഈ മുട്ട എവിടുന്ന് കിട്ടി? തരില്ല കേട്ടോ. അതിന്റെ അടിയിൽ ഒളിപ്പിച്ചു. ആ പച്ചക്കറിയുടെ അടിയിൽ എവിടെ കണ്ടുപിടിച്ചെടുത്തോണ്ട് വന്ന ഞാൻ. ഇനി ഈ ബ്രേസ്ഡ് ചിക്കൻ സാലഡ്, അത് ഫുൾ ചിക്കൻ ആണ്. അതുകൊണ്ട് സാലഡിന് പറഞ്ഞാലും മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയന്റ് ചിക്കൻ ആണ്. വെജിറ്റബിൾസ് കുറവാണ്. നോക്കട്ടെ, ജ്യൂസ് കൊള്ളാം. ഓറഞ്ച് ജ്യൂസ് വളരെ നല്ല. വെള്ള കളർ വേറൊരു വൈറ്റ് കളർ ജ്യൂസും കൂടെ കണ്ടായിരുന്നു. വിളിയാവരെ ചിക്കൻ സാലഡ് കഴിച്ചോ? അടിപൊളിയാ. അതും മറ്റേ ബ്രോക്കോളി അല്ല. ചിക്കൻ സാലഡിലും ഞാൻ പറഞ്ഞില്ല, ലെമൺ ഗ്രാസ് ഫ്ലേവർ ഭയങ്കരമായിട്ടുണ്ട്. അതിനിടയ്ക്ക് സ്പൈസിയാണ്. ഈ മുളക് ചതച്ച മുളക് ഇട്ടുകൊണ്ട് അത്യാവശ്യം സ്പൈസിയാണ്. ഇതുകൊണ്ട് മുളകും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. ശരിക്കും തായ് ഫുഡ് തന്നെ, ഒരു ഇന്ത്യനൈസ് തായ് ഫുഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത്രയും കഴിച്ചതിൽ ലാസ്റ്റ് പറയാം നല്ലതാണ്. ഒരു തായ് എക്സ്പീരിയൻസിന് നല്ലതാണെന്ന് ലാസ്റ്റ് പറയാം. ശരിക്കും ലിറ്ററലി ട്രാൻസ്പോർട്ടഡ് ടു തായ്ലൻഡ് മോർ ദാൻ ദ ടേസ്റ്റ് ത്രൂ ദ സ്മെൽ. ഇതിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്, എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ജാസ്മിൻ റൈസ് ആണ്. മെയിൻ സാധനമാണ് തായ്ലൻഡിലെ റൈസ്. ഇതൊരു സോയാബീൻ പേസ്റ്റും ലെമൺ ഗ്രാസും ഇട്ട ഒരു കറിയാണ്. ഇത് ഫാങ് എന്ന് പറയുന്നത് എനിക്കൊന്ന് ഇസാൻ നോർത്ത് തായ്ലൻഡിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു കറിയാണ്. ഇത് ചിക്കൻ ബെസ്റ്റ് കോമ്പിനേഷൻ. ഇതും ഈ ഒരു റൈസുമാണ്. അത് കുറച്ച് ബ്രേസ്ഡ് ബീഫും ഉണ്ട്. ബീഫ് തായ്ലൻഡിൽ പൊതുവെ കോമൺ അല്ല, വളരെ റെയർ ആയിട്ട് കിട്ടുള്ളൂ. ഭാഗ്യത്തിന് ഇവിടെ ഉണ്ട്. ഇനി ആരും തന്നെ എനിക്ക് ഇത് കഴിക്കാനാണ് തോന്നുന്നത്. ജസ്റ്റ് സീ ദറ്റ് ഗ്രേവി, ഒരു ഓറഞ്ചിഷ് തിക്ക് ഗ്രേവി, കുറച്ച് ഒരു ടൊമാറ്റോ പേസ്റ്റും പച്ചമുളകൊക്കെ ഇട്ട് ഒരു സംഭവം തന്നെയാണ്. ആൻഡ് ചിക്കൻ ഇവർ ആക്ച്വലി ബോയിൽഡാണ്, ഫ്രൈ ചെയ്യാറില്ല. പൊതുവെ തായ് കറീസിലൊക്കെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഗ്രേവിയിലേക്ക് ഇടുന്നതാണ് അവർ ചെയ്യാറ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ഫാങ്ന കറി നോക്കാം. കുറച്ച് കോക്കനട്ട് മിൽക്ക്, കുറച്ച് സ്പൈസിനെസ്, ലെമൺ ഗ്രാസ് ആസ് യൂഷ്വൽ ഉണ്ട്. തായ് ഗ്രീൻ കറീനെയും കാട്ടി കുറച്ചും കൂടെ സ്പൈസി പക്ഷേ കുറച്ച് തായ് റെഡ് കറിയുടെ ഒക്കെ അടുത്ത് വരുന്ന ഒരു ടേസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ ഈ ജാസ്മിൻ റൈസും. എനിക്ക് പേഴ്സണലി ഒന്നും അവരെല്ലാത്തിൻ്റെ സ്പൈസ് ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ട് കമ്പയർഡ് ടു വാട്ട് യു ഗെറ്റ് ഇൻ തായ്ലൻഡ്. ഇനി അടുത്തത് നല്ല സ്ട്രോങ് ലെമൺ ഗ്രാസ് ഫ്ലേവർ ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ ബീഫ് നോക്കാം. ബീഫ് ഇസ് ആക്ച്വലി വെരി വെൽ കുക്ക്ഡ്. ബീഫിന്റെ സ്ട്രിപ്സ് പോലെയാണ് ഇതിലിട്ടിരിക്കുന്നത്. ബീഫും ജാസ്മിൻ റൈസും കൂടെ നോക്കാം. ബീഫ് ആക്ച്വലി നോർമൽ ബീഫ് പോലെ ഉണ്ട്. ഒരു കോണ്ടിനെന്റൽ ബീഫ് പോലെ ഉണ്ട്. തായ് ഫ്ലേവർ ഒന്നും കിട്ടുന്നില്ല. നോർമൽ ബീഫാണ്. എനിക്കങ്ങനെ ഒരു ഡിസ്റ്റിങ്ക്ട് തായ് ഫ്ലേവർ കിട്ടുന്നില്ല. നമ്മുടെ നാടനല്ല, ഒരു കോണ്ടിനെന്റൽ, ഒരു തിക്ക് ഗ്രേവി ഒക്കെ ഉള്ള ഒരു ടൈപ്പ് മഷ്റൂം സോസിലൊക്കെ എടുത്ത ടൈപ്പ് ഒരു ബീഫ് കറി. ഇനി ഇത് തായ് ചിക്കൻ ആണ്. ഇതിന് നല്ലൊരു ലെമൺ ഗ്രാസ് ഫ്ലേവർ ആണ്. എല്ലാത്തിനും ഭയങ്കര ലെമൺ ഗ്രാസ് ഫ്ലേവർ ആണ്. അതുകൊണ്ടാണ് ഭയങ്കര മണവും വരുന്നത്. ചിക്കൻ വിത്ത് സോയ. അത് കൊള്ളാം. അതിന് നല്ല തിക്ക് ഡാർക്ക് സോയ സോസിന്റെ ഫ്ലേവറും ഉണ്ട്. കണ്ണ് അത്രയും ഫ്ലേവർ തോന്നുന്നില്ല, പക്ഷെ നല്ല സോയ സോസിന്റെ ഫ്ലേവറും ഉണ്ട്. ആ സമയത്ത് നല്ല ലെമൺ ഗ്രാസിന്റെയും ഫ്ലേവർ ഉണ്ട്. ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ ജാസ്മിൻ റൈസ് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ. മെയിൻ കോഴ്സിൽ ഇനിയിപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്ലാസ് നൂഡിൽസ് ആണ്. ഈ ഗ്ലാസ് നൂഡിൽസ് ശരിക്കും ട്രാൻസ്പാരന്റ് ആയിരിക്കും. ഇപ്പൊ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആവുന്നതാണ്. ഗ്ലാസ് നൂഡിൽസ് വിത്ത് സം എഗ്. ഇത് റൈസ് താറോ റൂട്ട് എന്ന് പറഞ്ഞൊരു ഹേർബ് വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. ഇത് ഭയങ്കര ഒരു പഞ്ചൻ സ്മെല്ലാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല. അതിൻ്റെ കൂടെ കുറച്ച് സീബാസും ഉണ്ട്, ഫിഷ്. അതും ബ്രേസ്ഡ് ഫിഷാണ്. സോ എനിക്ക് തോന്നുന്നു ഈ നൂഡിൽസ് സംഭവം ആവാൻ സാധ്യതയുണ്ട്. ഈ പ്ലെയിൻ നൂഡിൽസ് വിത്ത് എഗ്. നോക്കട്ടെ. നൂഡിൽസ് വിത്ത് സ്റ്റർ ഫ്രൈഡ് ഒക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ നൂഡിൽസിൽ തന്നെ ഭയങ്കര ഒരു എഗ്ഗി ഫ്ലേവർ ഉണ്ട്. നൂഡിൽസിനൂടെ വേറെ ഒന്നും വേണ്ട. ആ സ്റ്റാർട്ടറിലുള്ള ചിക്കൻ ഫ്രൈയും കൂടെ ഓർഡർ ചെയ്താൽ വെറും ഈ നൂഡിൽസും ചിക്കൻ ഫ്രൈയും കഴിക്കാം. വെരി വെൽ കുക്ക് നൂഡിൽസ്. ഓവറായിട്ട് കുക്കായിട്ടില്ല, അണ്ടർ കുക്ക്ഡും അല്ല. നല്ല നല്ല സെപ്പറേറ്റ് ആയിട്ട് വരുന്ന നൂഡിൽസ്. പെർഫെക്റ്റ് ലെങ്ത് ആണ് നൂഡിൽസിൻ്റെ. കഴിക്കാൻ നല്ല ഒരു സ്മൂത്ത് ഫ്ലേവറാണ്.
അതിൻ്റെ കൂടെ ഈ ബ്രേസ് ഫിഷും ഞാൻ പറഞ്ഞ ബാസ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഒരു പ്ലസ് പോയിന്റ് ആണ്. സീ ബാസ് ഫിഷ് ഒടിഞ്ഞു പോകുന്നു, അത്രയും വെൽ ബ്രേസ്ഡ് ആണിത്. ഇത് കണ്ട തൊടുമ്പോൾ തന്നെ ഒടിഞ്ഞു പോകുന്ന ഫിഷാണ്. സോ ഇറ്റ് ബി റിയലി വെൽ കുക്ക്. ഇതൊരു ചൈനീസ് സ്റ്റൈൽ ആവാനാണ് സാധ്യത. ഇതും ആ ഫിഷിന്റെ ഫ്ലേവർ ആണ്. പ്യോർ ഒരു ഫ്രഷ് വാട്ടർ ഫിഷിന്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. സീബാസ് ആണെങ്കിൽ പോലും ഭയങ്കര ഒരു സുഖമുള്ള ഒരു ഫിഷ് കഴിക്കാൻ. സോയ സോസ് ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇതിലും ലെമൺ ഗ്രാസ് ഉണ്ട്. ആൻഡ് ഫൈനലി ഫ്രൈഡ് റൈസ് ഇതേ പറഞ്ഞ ഒരു പഞ്ചൻ സ്മെല്ലുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. തായ് റൈസ് നമ്മൾ ഇവിടെ കിട്ടുന്ന പോലത്തെ റൈസിലല്ല, ഇങ്ങനെ ഒരു ഒട്ടിയിരിക്കും. ഒയ്യോ, ഒരു ആളുടെ ഡയറ്റിലുള്ള ആളാണ് സുബു. ആശാനെ ഇത് കണ്ടോണേ, ഇത്രയും ഇത് എന്തൊക്കെയാണ് ഞാൻ എടുത്തോണ്ട് വരാം, നമുക്ക് കാണിക്കാം. ജെഫ്രിന് എടുത്ത കുറച്ച് ഡിസേർട്സ് ഡയറ്റിലായതുകൊണ്ടാണ് ഇത്രയും കുറച്ച് എടുത്തത്. അതുകൂടെ എടുത്തോണ്ടായിരുന്നു, സ്പേസ് ഇല്ല അല്ലേ. 2 കൈയും ഉണ്ട്, 2 പ്ലേറ്റും ഉണ്ട്. ഇത് എല്ലാം അടിപൊളിയായിരിക്കും. അത് നല്ല തേങ്ങാപ്പാലൊക്കെ ഇല്ലേ. ജെഫ്രി സംസാരിക്കില്ല, ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കില്ല. ഈ റൈസ് ഒട്ടിയിരിക്കും, കാരണം പൊതുവെ ഒരു സ്റ്റിക്കി സ്റ്റാർച്ച് കൂടുതലാണ് ഈ തായ് റൈസിനൊക്കെ. എനിക്ക് പൊതുവെ ഇഷ്ടമാണ് അങ്ങനത്തെ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ളി തിങ് ഞാൻ മിസ്സിങ്. ആ ഗ്രീൻ കറി ഒക്കെ കഴിക്കണം എന്നുണ്ട്, പക്ഷെ അത് പച്ചക്കറി ആയിപ്പോയി. അല്ല ചിക്കൻ ആയിരുന്നെങ്കിൽ പിടിച്ചാൽ. പ്ലെയിൻ റൈസും ഗ്രീൻ കറി. ഓ റൈസും കൊള്ളാം കേട്ടോ, അല്ലേ, നല്ല ഫ്ലേവർ. മെയിൻ കോഴ്സ് ഇത്രയും കഴിച്ചുകൊണ്ട് ധൈര്യത്തോടെ പറയാം, ഡിസ്റ്റിങ് ഒത്തന്റിക് ഒറിജിനൽ തായ് ഫ്ലേവേഴ്സ് വേണമെങ്കിൽ തായ്ലൻഡിൽ പോയവർക്ക് ഡെഫിനറ്റ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഇഷ്ടപ്പെടാനാണ് സാധ്യത, കാരണം ബ്ലാൻഡ് അല്ല ഫുഡ്, സ്പൈസിയാണ്, ഫ്ലേവർ ഉണ്ട്, എല്ലാത്തിനും ഒരു ഫ്ലേവർ ഉണ്ട് പൊതുവെ. ആൻഡ് ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസും ആയിരിക്കും. ഡിസേർട്സും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്നൂടെ ആ ചിക്കൻ ഫ്രൈ ഒരു പ്ലേറ്റും കൂടെ പറയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഡിസേർട്ട്? എല്ലാം അടിപൊളി. എനിക്കിനി മെയിൻ കോഴ്സ് ഇനി കഴിക്കാൻ പറ്റില്ല, അതെല്ലാം ഞാൻ പറഞ്ഞു വേണ്ട, കൊതിപ്പിച്ചോണ്ട് വന്ന്. അല്ല ഈ കഴിയാൻ പറ്റിയ ഇത് രണ്ടുപേരും എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളിയാണോ? ഈ ഗ്ലാസ് ഇട്ട സംഭവം ഭയങ്കര അടിപൊളിയാന്ന് കേട്ടു. ഞങ്ങള് മെയിൻ കോഴ്സിൽ തന്നെ ഇരിക്കുള്ളൂ, ഇവര് ഡിസേർട്ട് പോയി. അതെ 11 മണിയുടെ സമയമുണ്ട്. എന്തിനാ പെപ്രോളം കാണിച്ചത്? ഇല്ല, ഞാൻ ഡയറ്റ് ചെയ്ത് അതുകൊണ്ട് നേരത്തെ കഴിക്കണം. വീട്ടിൽ മാത്രമേ ഉള്ളൂ, വീട്ടിലത്തെ ഫുഡ് എന്ന് പറയാ. സ്വിഗ്ഗി ഉണ്ടല്ലോ. ഗൈസ് ഇതെന്റെ ഡിസേർട്ട് ആണ്, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. ജെഫ്രി കണ്ടു പഠിക്കുക ജെഫ്രി. അത് വേറെ ഒന്നല്ല കേട്ടോ, എല്ലാം കഴിഞ്ഞിരിക്കുവാണ്. ഹോപ്പ്ഫുള്ളി ഇതിൽ റീസ്റ്റോക്ക്. ഇത് പ്രിയയുടെ ഫേവറേറ്റ് ക്രെം ബ്രൂളിയാണ്. ഇത് ജർമ്മൻ ചോക്ലേറ്റ് കേക്ക്. ഇത് പുതിയതായിട്ട് ഇപ്പൊ കൊണ്ടുവന്നു. കേക്കിന്റെ പഴയ അല്ല ഇത് കോക്കനട്ട് പെനക്കോട്ട. ഇത് എന്തോ ഡാർക്ക് ചോക്ലേറ്റ് ഡെൻസ് കേക്ക്. ഇത് ബെറി ചീസ് കേക്ക്. ഇത്രയാണ് വന്നിരിക്കുന്നത്. ഞാൻ ക്രെം ബ്രൂളയിൽ തുടങ്ങാം. ക്രെം ബ്രൂളയിൽ കുറച്ച് പിസ്താസും കാഷ്യൂസും ഒക്കെ ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നൈസ്, ഇറ്റ് ലുക്സ് വെരി ക്രീമി, വെരി എഗ്ഗി. അത്യാവശ്യം ഒരു ക്രിസ്റ്റലൈസേഷൻ ഒക്കെ ഉണ്ട് ഷുഗറിൻ്റെ മുകളിൽ. ക്രെം ബ്രൂളെ. എൻ്റെ ജെഫ്രി ഇത് കഴിച്ചില്ല, ഞാൻ കഴിച്ചത്. ഓ എക്സ്ട്രീംലി സ്വീറ്റ്, എഗ്ഗി, പിസ്താഷ്യോന്റെയും കാഷ്യൂന്റെയും ഒരു ക്രഞ്ചിനെസ്. അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. പ്രിയ ഇതൊരു 3 എണ്ണം കഴിച്ചാൽ. ബേൺ ഷുഗറിന്റെ ടേസ്റ്റ് നന്നായി കിട്ടുന്നുണ്ട്. കണ്ട ഇവിടെ കുറച്ചൊരു ഡാർക്ക് കളർ കണ്ട. ഡെലിഷ്യസ്, അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ജർമ്മൻ ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഡെൻസ് ആണ്, ഭയങ്കര ഹെവിയാണ്. എനിക്കൊന്ന് 3-4 ലെയേഴ്സ് കാണാൻ പറ്റും ഇതിൽ കൂടെ തന്നെ. ഒരു റെഡ് വെൽവെറ്റ് ഡാർക്ക് ചോക്ലേറ്റ് കേക്കിന്റെ മിക്സ് ആണ്. ഭയങ്കര ചോക്ലേറ്റി അല്ല. മുകളിലൊരു കാരമലൈസ് ഷുഗറും കുറച്ച് ചോക്ലേറ്റ് മിക്സ് ചെയ്ത എന്തോ ഫ്ലേവർ ആണ്.
ഭയങ്കര ഡാർക്ക് ചോക്ലേറ്റ് ഒന്നുമല്ല. ചീസ് കേക്ക് ഇതും പ്രിയയുടെ ഒരു ഫേവറേറ്റ്, വെരി വെൽ ഡെക്കറേറ്റഡ് ഓൾസോ. ഭാര്യനെ കൊതിപ്പിക്കണല്ലേ? എന്താ പ്രിയ ബ്ലൂബെറി ചീസ് കേക്ക് നീ കാണിച്ചില്ല എന്ന് പറയരുത്. ജെഫ്രി ഭാര്യനെ ഒന്ന് കൊതിപ്പിക്കണ്ട. വേണ്ട, എനിക്ക് കൊതിപ്പിക്കണ്ട. നിങ്ങൾ കൊതിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും കണ്ടോണ്ടിരിക്കില്ല, എനിക്കത് മതി. നോക്കട്ടെ. ക്രീമി ചീസി കുക്ക്ഡ് പെർഫെക്ഷൻ, ഔട്ട്സ്റ്റാൻഡിങ്. ടെൻസ് ആണ്, തിക്ക് ആണ്, ക്രീമി ആണ്. ഒരു പ്രോപ്പർ ഹെവി ന്യൂയോർക്ക് ചീസ് കേക്ക് ഒക്കെ കഴിക്കുന്നതിന്റെ ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് അത് കാണാം. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചോക്ലേറ്റ് വെളി കണ്ടോണ്ടേ അടുത്താണ്. എന്താ ഇത്? എന്തോ ഒരു ടേസ്റ്റ്, എന്തോ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചപ്പോഴത്തേക്ക്. സോൾട്ടഡ് കാരമൽ ടോഫി, അടിപൊളി. ഒരു സോൾട്ടഡ് കാരമൽ ടോഫി ഫ്ലേവർ കേക്കാണിത്. ഇതും അടിപൊളിയായിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് അടിയിലത്തെ ആ തണുപ്പ് അവിടുത്തെ ഒരു തായ്ലൻഡിലെ മെയിൻ സംഭവമാണ്. ഒരു അടിപൊളിയാ. കോക്കനട്ട് മിൽക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? സംഭവമാണ്. ഇതൊക്കെ ഓർത്തിരുന്നോണം കേട്ടോ. തായ്ലൻഡിൽ പോകുമ്പോൾ നമുക്ക് കഴിക്കാനുള്ളതാണ്. കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണിക്കും. മേരിയാൻ കണ്ടോ ജെല്ലി ജെല്ലി. ഭാര്യമാരെ കൊതിപ്പിക്കുന്ന ഭാര്യനെ എനിക്ക് കൊതിയില്ല, എനിക്ക് കൊതിയില്ല. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ടേബിൾ ഉണ്ടെങ്കിൽ മാത്രം വരുക. നേരത്തെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തു, എന്നിട്ടും ഭയങ്കര റഷാണ്. സോ വിതൗട്ട് ബുക്കിംഗ് വരണ്ട, കാരണം എപ്പോഴും തിരക്കാണ്. നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ പോകുന്നില്ല. അയാത്തി വിളിക്കുക, തായ്സോളിലേക്ക് കണക്ട് ചെയ്യാൻ പറയാ, വിളിച്ച് ബുക്ക് ചെയ്യുക. കറക്റ്റ് ടൈം പിന്നെ വന്നില്ലെങ്കിൽ ആ സീറ്റും പോകും. ഒരു 7:30 7:45 ആകുമ്പോൾ വന്നതിന് അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു 10-11 മണി വരെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് സംസാരിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ഇറ്റ്സ് മോർ ഓഫ് എക്സ്പീരിയൻസ് ഓൾസോ. വെറുതെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്നതല്ലല്ലോ. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എല്ലാം കൂടെ മിക്സ് ചെയ്ത്, ഇല്ലാത്ത ഒന്നുമില്ല. എല്ലാ തായ്ലൻഡിന്റെ ഫുൾ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ. നല്ല തണുപ്പും അത്യാവശ്യം മധുരവും, ഒരു തേങ്ങാപ്പാലും, ഹെവി മധുരം, ജെല്ലിയും എല്ലാം അടിപൊളി. അതെ, തീർന്നു പോയി. ഒരു കോക്കനട്ട് ജെല്ലി അല്ലേ ഉണ്ടായിരുന്നോ? ഒന്നും കൂടെ പോയി എടുക്കണം. ഇതിലെ അത് ട്രൈ ചെയ്യണം. കോക്കനട്ട് ജെല്ലി എടുത്തില്ല. സ്റ്റാർ ഇൻഗ്രീഡിയന്റ് ഈ വാട്ടർ ചെസ്റ്റ്നട്ട് തന്നെയാണ്. വേഗം ഒന്ന് തായ്ലൻഡ് ഓപ്പൺ ആയാൽ മതിയായിരുന്നു. ഭയങ്കര ടേസ്റ്റ്. തീർത്തിട്ട് ഒരെണ്ണം കൂടി എടുക്കണം. പംകിന്റെ ഒരു ജെല്ലി ടൈപ്പും ടാരോ റൂട്ട് ഉണ്ട്, ഒരു കപ്പയുടെ ഒക്കെ ഒരു ടൈപ്പ് സാധനമാണ്. അതും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഒരു പ്ലേ ഓഫ് ഫ്ലേവർ, ടെക്സ്ചർ ആൻഡ് കളർ. സ്മെല്ല് പ്രിഡോമിനന്റ്ലി കോക്കനട്ടിന്റെ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ എടുക്കാൻ പോവാം. വേറെ ആർക്കെങ്കിലും വേണം? വേണമെങ്കിൽ ഒരെണ്ണം എടുത്തോണ്ട് ഞാൻ വരാം. അന്ത് തീർത്തോളൂ. ഇല്ല, അത് എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു. അത് കണ്ടിട്ടാണല്ലോ അവിടെ ഒരു ഫോൺ എടുക്കാനായിട്ട്. എന്നാലും ജെഫ്രി ഭാര്യകള് നമുക്ക് കല്യാണം കഴിച്ചാലേ ഭാര്യയിലെ ഉണ്ട്, കായലുണ്ട്, അങ്ങോട്ടൊക്കെ പറഞ്ഞു. സെക്കൻഡ് സെർവിങ് എടുത്തു, ബിക്കോസ് ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ഐസ് കൂടുതലിട്ടു. ജെഫ്രി നല്ല ഗുഡ് ബോയ് ആയിട്ട് ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് ആശ്വസിച്ചിരിക്കുകയാണ്. എന്തായാലും അത്യാവശ്യമാണ്, അത്ര കഴിച്ചല്ലോ. അതെ, വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനല്ല. ഒന്ന് നടന്നാലോ? എല്ലാരും ശ്വാസം മുട്ടി നിൽക്കുവാണ്. അതെ, അപ്പൊ എന്തായാലും നമ്മളിവിടെ ഫസ്റ്റ് വന്നു. ലാസ്റ്റ് 10:30 ആകുമ്പോഴാണ് നമ്മൾ പോകുന്നത്. താങ്ക് യു. 10:30 ആകുമ്പോഴാണ് പോകുന്നത്. ഇവിടെ 2200 ആണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് മെമ്പേഴ്സ് ആയതുകൊണ്ട് 50% ഓഫ്. സോ 1180 ആണ് നമുക്കായത്. അതിന് ഭയങ്കര വേർത്ത് ആണ്. ഹയാത്ത് മെമ്പർഷിപ്പ് ഞാൻ പറഞ്ഞാൽ എടുത്തോണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഇനി നിങ്ങൾ അറിയും, കാരണം ഞാൻ വേറൊരു സാധനം കൂടെ കാണിക്കാം അവിടെ. ഞാൻ ഇനിയും വേറെ ഒന്നും പറയില്ല. ഇറ്റ് ഇസ് എ ഫൺ എക്സ്പീരിയൻസ് വിത്ത് ഫ്രണ്ട്സ്. ഇനി അടുത്ത നമ്മുടെ ഒരു ട്രിപ്പ് ഉണ്ട്. അതിപ്പോ പറയണ്ട അല്ലേ, ഉടനെ തന്നെ കാണും. അത് ഫുഡ് മാത്രമായിരിക്കും. സോ ഞങ്ങളുടെ ആ ഫുഡ് ട്രിപ്പ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. നിങ്ങളെ കമന്റിന്റെ ബലത്തിലായിരിക്കും ഞാൻ പ്രിയനോടും അന്നും മേരിയാന്റെ ലീവ് എടുത്ത് പോകുന്നത്. ജെഫ്രിനോടനെ എടുത്തോളൂ. അത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്.
ഒന്ന് കെട്ട് ജെഫ്രി പ്ലീസ്, ഒന്ന് കെട്ട് ജെഫ്രി. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇനി ഒരുപാട് രസകരമായ വ്ളോഗ് കാണാം. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.